നിധി എന്തു പറ്റിയെന്നറിയില്ലോ ഭഗവാനെ. ഇത്രയും വിളിച്ചിട്ടും വിളി കേൾക്കാതിരിക്കോ? ഇതെന്തോ പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ. സാറേ ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, വാതിൽ ചവിട്ടി പൊളിക്കുക സാറേ. എന്താ ഗൗതം, എന്താ പറ്റിയത്? അമ്മേ, ഈ മുറിയിലാ നിധി കിടന്നത്. കഥക് പൂട്ടിയേക്കുവാ, എത്ര വിളിച്ചിട്ട് തുറക്കുന്നില്ല. ഉറക്ക തട്ടി വിളിക്കുക, ഉറക്കത്തിലായിരിക്കും. ഞങ്ങൾ കുറെ നേരം കൊണ്ട് കഥക് അടിച്ച് ബഹളം വെക്കുക. ഇങ്ങനെയൊന്നും അവള് കിടന്നുറങ്ങില്ല. എന്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിധി സമാധാനപ്പെടൂ സുധാകരൻ, ഇത് തുറക്കാൻ വല്ല വഴിയുണ്ടോ? നോക്കി നിൽക്കാതെ ചവിട്ടി പൊളിക്ക് ഗൗതം. നിധി ഗൗതം അവിടെ ഇല്ല. ഡോറ് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നല്ലോ, പിന്നെ ഇത് എവിടെ പോയി? അവളെവിടെ പോയി ആന്റി? എനിക്കങ്ങനെ അറിയാം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അത് പിന്നെ ഇവരൊക്കെ കുറെ നേരം വിളിച്ചിട്ടും നിധി കഥക് തുറന്നില്ല. കഥക് ചവിട്ടിപ്പിടിച്ച് നോക്കിയപ്പോ ഇതിനകത്തില്ല. മുത്തശ്ശി, മോളെ കാണാനില്ല. അവൾ എവിടെ പോയെന്ന് അറിയാൻ വയ്യ. ഈശ്വര, എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? എന്താ മുത്തശ്ശി ഇത്? ഇതിനകത്തല്ലേ നിധി കിടന്നുറങ്ങിയിരുന്നത്. വിളിച്ചിട്ട് കഥക് ഉറക്കാഞ്ഞിട്ടാ ഞാൻ ചവിട്ടി പൊളിച്ചത്. നിധി അവിടെ പോയി. പിന്നെ ആ വരുന്നത് ആരാ? ഇതെവിടുന്നായിരുന്നു? നീ കതവ് തുറക്കുന്നില്ലെന്നും പറഞ്ഞ് നിന്റെ ഭർത്താവ് ദേ ഈ മുറിയുടെ കതവ് ചവിട്ടി പൊളിച്ചിട്ട് നിൽക്കുക. അത് പിന്നെ ആരായാലും പേടിച്ചു പോയില്ലേ? നിധിമോളെ രാവിലെ വിളിച്ചുണർത്തിയതും കുളിച്ച് വസ്ത്രം മാറി വരാനും പറഞ്ഞത് ഞാനാ. പൂജയ്ക്കുള്ള പഞ്ചഗവ്യവും പാലും മോള് തന്നെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാവില് പോയിട്ട് വരുന്ന വഴിയാ ഇത്. പക്ഷെ കഥക് അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അപ്പോ ഞങ്ങൾ വിചാരിച്ചു നിധി അകത്തുണ്ടാവുമെന്ന്. അകത്തുനിന്ന് പൂട്ടിയെന്ന് മോനോട് ആരാ പറഞ്ഞത്? നിധി പോയി കഴിഞ്ഞ് ഈ മുറി പൂട്ടിയതേ ഞാനാ. എന്തായാലും മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ ഞങ്ങളെ ശരിക്കൊന്ന് പേടിപ്പിച്ചു. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? വിളിച്ചിട്ട് കഥക് തുറന്നില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ ആവാൻ ഞങ്ങൾ പറഞ്ഞോ? ഉടനെ കഥക് ചവിട്ടി പൊളിച്ചു. ശരി ശരി, ഇനി അതങ്ങ് വിട്ടേക്ക്. സുധാകര, ആ ആശാരിയെ വിളിച്ച് ഇന്ന് തന്നെ കഥക് ശരിയാക്കിയേക്കണം. ശരി, ഞാനിപ്പോ തന്നെ പോവാം. ആ, എല്ലാവരും പോയി അവരവരുടെ പണികൾ നോക്കി വെറുതെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചോളൂ. നടക്ക് നടക്ക്.